അപ്പോൾ നമുക്കിന്ന് ഡാബർ ഇന്ത്യയുടെ ചാർട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിന് മുമ്പ് എന്തൊക്കെ നടന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് അനാലിസിസ് നടത്താം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഇവിടെ ലൈൻ എല്ലാം വിട്ടേക്കുക. നമുക്ക് ഫസ്റ്റ് തന്നാൽ സ്റ്റാർട്ടായെന്ന് നോക്കാം. ഇതാ ഒരു 98 റേഞ്ച് മുതൽ തുടങ്ങിയേക്കുന്നൊരു ചാർട്ടാണിത്. ഓക്കെ, അത് മുകളിലോട്ട് തന്നെ ഒരു പോക്കാണ് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇത് ഏതാണ് ഈ ലൈൻ ഞാൻ വരച്ചിട്ടേക്കുന്നത്. അതൊരു കൺട്രോൾ പ്രൈസ് ലൈൻ എന്ന് പറയുന്ന രീതിയിൽ, അതായത് കൺട്രോൾ പ്രൈസ് ലൈൻ, ആ ഒരു ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് മേജറായിട്ടുള്ളൊരു ലൈനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിതിൻ്റെ സപ്പോർട്ടുകൾ റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് കിട്ടും. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ഇതിന് ജസ്റ്റ് പാരലായിട്ടൊരു ലൈൻ ഇതാ ഇങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ ഒരു ഏരിയയിലോട്ട് പല വട്ടം ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, അവിടെ എന്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ ലൈന് ചുറ്റുമാണ് ഇതിങ്ങനെ കറങ്ങി നിൽക്കുന്നത്. എന്നിട്ട് താണ്ട് മുകളിലോട്ട് പോകുന്നു, അവിടെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും അതേ തന്നെ ചുറ്റിപ്പറ്റിയുള്ളൊരു ലൈനാണത്. ഓക്കെ, അതപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഒറ്റ നോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് നമുക്കൊരു സപ്പോർട്ടൂടെ ഒരു ലൈനൂടെ നമുക്ക് വരയ്ക്കാം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പം ഇത്രയല്ല നമ്മൾ കണ്ടോളൂ, ഇത്ര ഒരു ഭാഗം നമ്മൾ കണ്ടോളൂ. നമ്മൾ ആ ലൈൻ എടുത്ത് അങ്ങോട്ട് പ്ലോട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇതാ ഇവിടെയും പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയ തന്നെ സപ്പോർട്ട് എടുത്തേക്കുന്നുണ്ടോ. അപ്പം ജസ്റ്റ് റാൻഡമായിട്ട് എടുത്തേക്കുന്ന ഒരു ചാർട്ട് മാത്രമാണ്. ഇതിപ്പോൾ ഒരു എൻട്രി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാക്കി താഴോട്ടോ ബാക്കിയുള്ളത് ഒരുപാടൊന്നും വരച്ച് കൺഫ്യൂസഡ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ദാണ്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഒരു ഉദാഹരണം കാണിക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഒരു ലൈൻ തന്നെ ഇങ്ങനെ വരയ്ക്കുവാണെന്നിരിക്കട്ടെ. അപ്പോൾ കൺട്രോൾ പ്രൈസ് ലൈനിൽ നിന്ന് ഇത് നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് പല വട്ടമുണ്ട്. ഈ ക്രോസ് ലൈൻ നോക്കുക, ഞാൻ എക്സ്ട്രാ ബ്രഷ് എടുക്കുന്നില്ല. ഇവിടെ എത്തി ഇത് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് മൂവ് വരുമെന്ന് നോക്കിയാൽ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എൻട്രി കണ്ടത് ഒരു 1:2 അങ്ങനത്തെ ടാർഗറ്റൊക്കെ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടത്. ഇപ്പോൾ ഇത് സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ ഇതാ ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്കവിടെ എത്രയോ നല്ലൊരു മൂവ് നമുക്കിവിടെ കിട്ടിയെന്ന് കണ്ടോ. ഈ ഒരു ബ്രേക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കൂടി തന്നെ നമുക്കവിടെ കയറാം. മതിയസ്റ്റ് എൻട്രിയുടെ കാര്യമൊക്കെ അത്ര ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് ഇപ്പോഴത്തെ കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതൊരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന്. ഓൾ ടൈം ഹൈയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മളിവിടെ വരയ്ക്കുന്നു. അപ്പം കൺട്രോൾ പ്രൈസ് ലൈൻ്റെ അങ്ങോട്ട് പോയി. ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി കണ്ടെത്തായിരുന്നു. തൊട്ടടുത്ത റെസിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കൺട്രോൾ പ്രൈസ് ലൈൻ വരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് താഴെ നിന്ന് വാങ്ങിക്കായിരുന്നു. ഓക്കെ, ഇപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓൾ ടൈം ഹൈയിൽ ചെറിയ രീതിയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ, ചെറിയ വിക്കുകളൊക്കെ വന്നേക്കുന്നുണ്ടോ. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ, നല്ലൊരു വോളിയത്തോടുകൂടി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചാൻസുകളാണ് പറയുന്നത്. നമുക്ക് കണ്ട് ഇവിടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഈ ഒരു ഏരിയ വരെ വേണേൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട്, ഇപ്പോൾ ഞാനിത് കാണിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും ചാടി കയറുക വാങ്ങിക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. അപ്പം വോളറ്റൈൽ മാർക്കറ്റ് ചാടി കയറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ആ ഒരു ഫ്ലക്ച്വേഷൻ ഒന്നും കണ്ട് പേടിക്കാതെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു എൻട്രി കിട്ടിയാൽ മാത്രം കയറുക. അപ്പോൾ നമ്മുടെ സബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സബ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് പ്രൈസ് ആക്ഷൻ ചെയ്യാനും ഒരുപാട് ബേസിക്സ് ഒക്കെ നമ്മൾ പല പ്ലേലിസ്റ്റുകളിലത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബേസിക്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടും ചാർട്ട് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചാർട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസുകളെല്ലാം നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയ കാര്യം നിലവിൽ പേടിക്കേണ്ട. ഇതിങ്ങനെ പോയിട്ട് ഇവിടെ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് അതിനുള്ള ചാൻസ് തന്നെയാണ് നല്ലതായിട്ടുള്ളത്. ഈ ഒരു ഓൾ ടൈം ഹൈ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വളരെ നല്ലൊരു മൂവ് നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഇതിവിടെ ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ആയ പിന്നെ നമുക്ക് ഒരുപാട് സാധ്യതകൾ മുകളിലോട്ട് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, എന്തോരം പോയിൻ്റ് നമുക്ക് അവിടെ കിട്ടുമെന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കൃത്യം ഒരു പ്രോഫിറ്റ് ഒരു പ്രോപ്പർ എൻട്രി കിട്ടുവാണെങ്കിൽ തന്നെ. ഇപ്പോൾ കയ്യിലുള്ളവരാരും ഇപ്പോൾ പേടിക്കേണ്ട. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പക്ഷേ ഇറങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മുടെ ഈ വ്യൂ തെറ്റി. പിന്നെ രണ്ടാമത് ചിന്തിച്ചിരിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇവിടുന്ന് താഴോട്ട് പോയാൽ പിന്നെ ഇങ്ങനെ നിന്ന് പിന്നെ ഒരു പോക്ക് പോകത്തുള്ളൂ. അപ്പം ഇവിടുന്ന് പിന്നെ താഴോട്ട് വന്നാൽ ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് വരെയൊക്കെ പോയി ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കാനുള്ള ചാൻസാണ്. അപ്പം ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അതേപടി തന്നെ നടക്കട്ടെ. നമ്മുടെ ഒരു ആഗ്രഹം എപ്പോഴും പ്രൈസ് മുകളിലോട്ട് തന്നെ പോകണമെന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ചാർട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നിങ്ങൾക്കൊരു എൻട്രി കിട്ടുവാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല ഏണിങ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. അപ്പം മറ്റൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം.